ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അടുത്ത ദിവസം 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS അഥവാ പരിസര പഠനമാണ് പരീക്ഷ വരുന്നതല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം കൂട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലും നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് എല്ലാ കൂട്ടുകാരും മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ EVSുമായിട്ട് ബന്ധപ്പെടുത്തി കൂട്ടുകാർ പ്രധാനമായും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചർ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലാസ് എല്ലാ മക്കളും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർ കാണാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത ദിവസത്തെ എക്സാമിന് പോകുന്നതിന് മുന്നേയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. കൂട്ടുകാർക്കുള്ള ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. ആക്ടിവിറ്റി 1, different kinds of plants. Don't you know that plants around us are classified into herbs, shrubs and trees? Complete the table on the basis of the features. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ചുറ്റുപാടിലുമുള്ള ചെടികളെയൊക്കെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഹെർബ്സ്, സ്hrubs ആൻഡ് ട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ടീച്ചർ ഇംഗ്ലീഷിലാണ് പറയുന്നത്, അതിനുശേഷം മലയാളം മീഡിയം പറയാം കേട്ടോ. അതായത് നമ്മുടെ ചുറ്റുപാടിലുള്ള സസ്യങ്ങളെയെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഔഷധികളെന്നും കുറ്റിച്ചെടികളെന്നും മരങ്ങളെന്നും തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഇനത്തിലും പെട്ട സസ്യങ്ങളുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ താഴെ തന്നിട്ടുള്ള ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ നോക്കിക്കേ, ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നതാണ് അവിടെ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് എണ്ണത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഔഷധികളുടെ കോളത്തിൽ എന്ത് എഴുതിയിട്ടുണ്ട്? അധികം ഉയരമില്ല എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. കുറ്റിച്ചെടികളുടെ കോളത്തിൽ എന്ത് എഴുതിയിട്ടുണ്ട്? കട്ടിയുള്ള തണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താം? ഔഷധികളിൽ പിന്നെ നമുക്ക് എന്തെഴുതാം? അതിൻ്റെ ലൈഫ് സ്പാൻ എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. അധികം കാലം ഉണ്ടായിരിക്കും ആ ഒരു ചെടി ഇല്ല അല്ലേ. ലൈഫ് സ്പാന് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തണ്ട് എങ്ങനെയായിരിക്കും? കട്ടി കുറഞ്ഞതായിരിക്കും അല്ലേ. അടുത്തത് കുറ്റിച്ചെടി, ഇത് നോക്കിക്കേ, കട്ടിയുള്ള തണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അവയുടെ സൈസ് എങ്ങനെയാണ്? ഒരു മീഡിയം സൈസാണ് കുറ്റിച്ചെടികളൊക്കെ ഉണ്ടായിരിക്കുക അല്ലേ. അടുത്തത് മരങ്ങളാണ്. മരങ്ങൾ നമുക്ക് എന്തെഴുതാം? അത് നല്ല നീളത്തിൽ ഉള്ളതാണല്ലേ. വെരി ടോളായിരിക്കും, ബിഗ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട് എങ്ങനെയായിരിക്കും? ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും അല്ലേ. അതായത് വളരെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള റൂട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതിന് ലൈഫ് സ്പാൻ എങ്ങനെയായിരിക്കും? ഒരുപാട് കാലം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് മക്കൾ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ ഇല, തണ്ട് എന്നിവയുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അവരുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും മക്കളെ? അതിൻ്റെ ഇലയ്ക്കും തണ്ടിനൊക്കെ ഒരു വാക്സി കോട്ടൺ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഒരു മെഴുക ആവരണം ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ അതിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സ്, അതായത് അതിൻ്റെ പൂക്കളും തണ്ടുകളൊക്കെ എവിടെ പൊന്തി നിൽക്കും മക്കളെ? വെള്ളത്തിൻ്റെ മുകളിലാണത് പൊന്തി നിൽക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ 2 പ്രത്യേകതകൾ മക്കൾക്ക് എഴുതാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കിക്കേ, ചൂടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനയ്ക്ക് നേരെ ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നില്ലേ? അപ്പോൾ ടിക്ക് ഇടുക കേട്ടോ. പിന്നെ എല്ലാ ചെടികളും പൂക്കുന്നു, അത് ശരിയാണോ? അല്ല അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, സസ്യത്തിന് ആവശ്യമായ ആഹാരം തണ്ടിലാണ് നിർമ്മിക്കുന്നത്. അല്ല അല്ലേ, ഇലകളിലാണ് നിർമ്മിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ നോക്കൂ, ചെടികളിലെ എല്ലാ പൂക്കളും കായയായി മാറുന്നില്ല. അത് കറക്റ്റാണ് അല്ലേ. എല്ലാ പൂക്കളും എന്തായിട്ട് മാറുന്നില്ല? അതിൻ്റെ കായായിട്ട് മാറുന്നില്ല അല്ലേ. ഓക്കെ മക്കളെ, ഇനി നെക്സ്റ്റ് പ്രവർത്തനം നോക്കൂ. ആക്ടിവിറ്റി 2, നോ ഔ ഫുഡ്. അമ്മു പ്രിപ്പയർഡ് ദി ഫോളോയിങ് ടേബിൾസ് ടു ക്ലാസിഫൈ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ബേസ്ഡ് ഓൺ ദ ഫ്യൂച്ചേഴ്സ്. അപ്പോൾ അമ്മു ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫ്രൂട്ട്സിൽ ഗ്രേപ്സ്, റൈസ്, ലേഡീസ് ഫിംഗർ. വെജിറ്റബിൾസിൽ മൈസ്, ഓറഞ്ച്, കുക്കുംബർ. സെറീൽസിൽ ആപ്പിൾ, ബ്രിഞ്ചൽ, വീറ്റ് അല്ലേ. എന്താണ് മക്കളെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? അറിഞ്ഞു കഴിക്കാം എന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പേര്. അതായത് വിവിധ തരം ഭക്ഷ്യവസ്തുക്കളെ അവയുടെ സവിശേഷതകൾക്കനുസരിച്ച് വർഗീകരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമ്മു തയ്യാറാക്കിയിട്ടുള്ള പട്ടികയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭക്ഷ്യവസ്തുക്കളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, അവൾ പഴങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ മുന്തിരി, അരി, വെണ്ടയ്ക്ക ആണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അടുത്ത കോളം നോക്കൂ,
പച്ചക്കറികൾ, അതിൽ ചോളം, ഓറഞ്ച്, വെള്ളരി അല്ലേ, ധാന്യങ്ങൾ, ആപ്പിൾ, വഴുതന, ഗോതമ്പ്, ഇങ്ങനെയാണ് അവൾ പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മക്കളത് പറഞ്ഞത് പട്ടിക ശരിയായി ക്രമീകരിക്കുന്നതിന് അമ്മുവിനെ സഹായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൾ മുകളിൽ റോങ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പഴങ്ങളിൽ ഉൾപ്പെടുന്നവ മാത്രം കറക്റ്റായിട്ട് എടുത്ത് എഴുതണം. പച്ചക്കറിയിൽ ഉൾപ്പെടുന്നവയെ ആ കോളത്തിലും ധാന്യങ്ങളിൽ ഉൾപ്പെടുന്നവയെ ആ ഒരു കോളത്തിലും വേണം എഴുതാനായിട്ട്. അപ്പോൾ പഴങ്ങളിൽ ഏതൊക്കെ വരും മക്കളെ? മുന്തിരി വരും, പിന്നെ ഓറഞ്ച് വരും, ആപ്പിൾ വരും അല്ലേ. പച്ചക്കറികളിലാണെങ്കിൽ വെണ്ട, വെള്ളരി, അതുപോലെ വഴുതന വരും അല്ലേ. ധാന്യങ്ങളിൽ ഗോതമ്പ്, ചോളം, അതുപോലെ തന്നെ അരി. ഇതേ രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? അത് ക്ലാസിഫൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 3, വെറൈറ്റി ക്ലോത്തിങ്. Tanu and his father came to a textile shop to buy clothes. Summer season is coming. Which is the most suitable cloth for summer season? എന്താണ് മക്കളെ അടുത്ത ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത്? പ്രവർത്തനം 3 വസ്ത്രവൈവിധ്യമാണ് അല്ലേ. തനുവും അച്ഛനും കൂടി തുണിത്തരങ്ങൾ വാങ്ങാൻ കടയിലെത്തി. വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. ഏത് തരത്തിലുള്ള വസ്ത്രമാണ് വേനൽക്കാലത്ത് അനുയോജ്യമായത് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് ഏത് വസ്ത്രമാണ് മക്കളെ കൂടുതൽ അനുയോജ്യം? നമ്മുടെ കോട്ടൺ വസ്ത്രങ്ങളാണ് അല്ലേ. കോട്ടൺ ക്ലോത്ത്സ് ആണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് മക്കളെ അവിടെ എഴുതേണ്ടത് കേട്ടോ. അത് തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളുടെ എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം എഴുതൂ എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ എങ്ങനത്തെ വസ്ത്രങ്ങൾ വേണം മക്കളെ ഇടാനായിട്ട്? ടീച്ചർ അത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഭയങ്കര ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇടാനായിട്ട് പാടുണ്ടോ? ഇല്ല അല്ലേ. ലൈറ്റ് കളറുള്ള ഡ്രസ്സുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിടുന്ന വസ്ത്രങ്ങൾ എങ്ങനത്തത് വേണം? നല്ല വായുസഞ്ചാരമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയുന്ന ഡ്രസ്സുകളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അഴഞ്ഞ ഡ്രസ്സുകളായിരിക്കണം നമ്മൾ കൂടുതലായിട്ടും വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പം ഇത്രയും സവിശേഷതകളൊക്കെ എന്ത് ചെയ്യുക മക്കളവിടെ എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദി ഫർ ഓഫ് ഷീപ്പ് ടു സർവൈവ് കോൾഡ്? അതായത് തണുപ്പിൽ നിന്ന് നമ്മൾ രക്ഷ നേടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു വസ്ത്രമല്ലേ നമ്മുടെ ചെമ്മരിയാടിൻ്റെ തോലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വസ്ത്രം. ആ വസ്ത്രത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ? വുളൻ ക്ലോത്ത് ആണല്ലേ. അതായത് കമ്പിളി വസ്ത്രങ്ങളെന്ന് നമ്മൾ പറയും. അപ്പോൾ അതാണ് മക്കൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി അതിൽ തന്നെയുള്ള അടുത്തൊരു ആക്ടിവിറ്റി നോക്കിക്കേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ്. ഫൈൻഡ് ഔട്ട് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? ആക്ടിവിറ്റി 4, തൊഴിലുകൾ പലതരം എന്നതാണ് അല്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ഏതെല്ലാം? അപ്പോൾ നമുക്ക് കുറച്ച് തൊഴിലുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. മരപ്പണി, തയ്യൽ, ഭിത്തി നിർമ്മാണം, ടാപ്പിംഗ്, തറകെട്ടൽ, വിത്ത് വിതയ്ക്കൽ, തേപ്പ് പണി. ഏതൊക്കെയാണ് മക്കളെ? മരപ്പണി പെടും, അതുപോലെ ഭിത്തി നിർമ്മാണം, തറകെട്ടൽ, തേപ്പ് പണി തുടങ്ങിയവയൊക്കെ എന്താണ്? നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളാണ് അല്ലേ. അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. സ്കൂൾ ഒരു പൊതുസ്ഥാപനമാണ്. എന്തെല്ലാം സേവനങ്ങളാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്? അപ്പോൾ അത് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, ആ ഭാഗം ഒന്ന് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹെൽപ്പ് ഇൻ മണി ട്രാൻസാക്ഷൻ. ഏതാണ് മക്കളെ? ബാങ്ക് ആണല്ലേ. പണമിടപാടുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പൊതുസ്ഥാപനം ഏതാണ്? ബാങ്ക് ആണല്ലേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ആക്ടിവിറ്റി 5, മൈ ലാൻഡ് കേരള. ഒബ്സർവ് ദി മാപ്പ് ഓഫ് കേരള. ഫൈൻഡ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഗിവൺ ഡിസ്ട്രിക്ട്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. എന്താണ് മക്കളെ? എൻ്റെ നാട് കേരളം അല്ലേ. കേരളത്തിൻ്റെ ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്ന ജില്ലകളുടെ പ്രത്യേകതകൾ രേഖപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ? നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഭൂപടം നന്നായിട്ട് നിരീക്ഷിക്കുക കേട്ടോ. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടേബിൾ നോക്കിക്കേ. അതിൽ 4 ജില്ലകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. കാസർഗോഡ്, ഇടുക്കി, പാലക്കാട്, തിരുവനന്തപുരം. അതിൽ തൊട്ടടുത്ത കുളത്തിൽ എന്താണ്? അവയുടെ ഫീച്ചേഴ്സാണ് എഴുതേണ്ടത് കേട്ടോ. അതിലൊന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കാസർഗോഡ് എന്താണ്? ദ ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കർണാടക. ഇനി നമുക്ക് അതുപോലെ ഇടുക്കി, പാലക്കാട്, തിരുവനന്തപുരം ഈ 3 ജില്ലേൻ്റെതാണ് മക്കളടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഭൂപടം നോക്കിയിട്ട് ഇടുക്കി
ഏത് സംസ്ഥാനവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് നോക്കുക. അതുപോലെ തന്നെ പിന്നെ മക്കൾ അവിടെ എഴുതേണ്ട ഒരു കാര്യം, അതിന് എന്തുണ്ടോ കടൽ തീരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കടൽ തീരമുള്ള ജില്ലകളുടെ പേരുകൾ പ്രത്യേകം വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടുക്കി അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പാലക്കാടും തിരുവനന്തപുരം ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കടൽ തീരമുണ്ടെങ്കിൽ കടൽ തീരമുണ്ട് എന്നുള്ള കാര്യം എഴുതുക. ഇല്ലാത്ത ജില്ലയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇല്ല എന്നുള്ള കാര്യം എഴുതുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ് എടുത്ത് നോക്കുക കേട്ടോ. അതിൽ ടീച്ചർ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്നും നോക്കിയിട്ട് മക്കൾ കംപ്ലീറ്റ് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐ ആം ദി സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. ഹു ആം ഐ? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഞാനാണ്. ഏതാണ് മക്കളെ? ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട, കൊല്ലമാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതാണ്? ആലപ്പുഴയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. വാട്ടർ ആൻഡ് സോയിൽ. Different features of soil are given below. There is air in the soil. There is biomass in the soil. There are traces of water in the soil. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ ഉള്ളത്? മണ്ണും ജലവും എന്നതാണ് അല്ലേ. മണ്ണിൻ്റെ വിവിധ സവിശേഷതകളാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. മണ്ണിനുള്ളിൽ വായുവുണ്ട്, മണ്ണിനുള്ളിൽ ജൈവാംശമുണ്ട്, മണ്ണിനുള്ളിൽ ജലാംശമുണ്ട്. മണ്ണിൽ ജലാംശമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒത്തിരി മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മക്കൾ നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എക്സ്പെരിമെൻറ്റിൻ്റെ നോട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ, പരീക്ഷണക്കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എഴുതി പഠിച്ചിട്ട് പോവുക കേട്ടോ. ആ ഒരു സ്റ്റെപ്പുകളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആദ്യം എന്താണ്, എയിമാണ് അല്ലേ നമ്മുടെ ലക്ഷ്യം. പിന്നെ മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. സോയിൽ ഫോം ഗാർഡന്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് എഴുതണം, ഒബ്സർവേഷൻ എഴുതണം, അതുപോലെ തന്നെ ഇൻഫറൻസസ് എഴുതണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പരീക്ഷണക്കുറിപ്പ് നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. അപ്പം അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ചിലപ്പം തന്നുകൊണ്ടും അല്ലാതെയൊക്കെ വരാം. എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെരിമെൻറ്റിൻ്റെയും നോട്ടുകളൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പം ഒരു പരീക്ഷണക്കുറിപ്പ് നമുക്ക് എന്തായാലും നമ്മുടെ എക്സാമിന് ചോദിക്കും. ഇനി നമുക്ക് ഒറ്റൊരു പ്രവർത്തനം കൂടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുന്നേയായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കുറച്ച് കൂട്ടുകാരോട് ഉണ്ട്. അപ്പോൾ അവരോട് എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. As part of the study trip to a soil testing lab, Ammu and friend saw a statement displayed on a board in front of the lab. We can only survive if the soil is protected from pollution and loss of fertility. Prepare as a post-it to give awareness on the need for protecting the soil. എന്താണ് മക്കളെ, പഠനയാത്രയുടെ ഭാഗമായിട്ട് അമ്മുവും കൂട്ടുകാരും മണ്ണ് പരിശോധന കേന്ദ്രത്തിലെത്തിയപ്പോൾ അവിടെ ഒരു ബോർഡിൽ കണ്ട വാചകമാണ് നമുക്ക് തന്നത്. മണ്ണ് മലിനമാക്കാതെയും ഫലപുഷ്ടി നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചാലേ നമുക്ക് നിലനിർത്താനാകൂ. അപ്പം മണ്ണ് സംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ അതും മക്കൾ എന്ത് ചെയ്യുക, പോസ്റ്റർ ഒന്ന് എഴുതി പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ പോസ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് നിറങ്ങളൊക്കെ നൽകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.